എലിവേറ്ററിൽ കയറാത്തതും അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും എലിവേറ്റർ ഉപയോഗിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണില്ല. ഇന്നത്തെ ഈ ലോകത്ത് ഇത്രയും വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം എലിവേറ്ററുകളുടെ കണ്ടുപിടുത്തമാണ്. എലിവേറ്ററുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ മിഷൻ റൂമിനെ പറ്റിയും ഒന്നും നമുക്കറിയില്ല. അത്തരത്തിലൊരു എലിവേറ്ററിൻ്റെ മിഷൻ റൂമിനുള്ളിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മോഡേൺ എലിവേറ്ററുകൾ ആദ്യമായി നിർമ്മിച്ചത് എലിസ ഗ്രാവിസ് ഓറ്റിസ് ആണെന്ന് പറയപ്പെടുന്നു. പ്രധാനമായും 2 തരം എലിവേറ്റേഴ്സാണുള്ളത്: ഹൈഡ്രോളിക് എലിവേറ്റേഴ്സും റോപ്ഡ് എലിവേറ്റേഴ്സും. അതിൽ ഒരു ഹൈഡ്രോളിക് പിസ്റ്റൻ്റെ സഹായം ഉപയോഗിച്ച് എലിവേറ്റർ കാറിനെ പ്രവർത്തിപ്പിക്കുന്നവയാണ് ഹൈഡ്രോളിക് ടൈപ്പ് എലിവേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസിനാണ് പ്രധാനമായും ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് നമുക്ക് സുപ്രധാനമായി അറിയാവുന്നതുമായ ഒരു തരം എലിവേറ്റേഴ്സാണ് റോപ്ഡ് എലിവേറ്റേഴ്സ്. ഒരു കൗണ്ടർ വെയ്റ്റിൻ്റെയും പുള്ളികളുടെയും സഹായത്തോടു കൂടി എലിവേറ്ററിനെ പ്രവർത്തിപ്പിക്കുന്നവയാണ് റോപ്ഡ് എലിവേറ്റേഴ്സ്. റോപ്ഡ് എലിവേറ്റേഴ്സിലെ കൗണ്ടർ വെയ്റ്റ് സെറ്റ് ചെയ്യുന്നത് തന്നെ എലിവേറ്റർ കാറിൻ്റെ ഫുൾ ലോഡിൻ്റെ 40% എന്നുള്ള ഒരു റേഷ്യോയിലാണ്. ഒരു എലിവേറ്ററിൻ്റെ മിഷൻ റൂം എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രധാന ഭാഗങ്ങൾ. അവയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു എലിവേറ്ററിൻ്റെ ഓപ്പണിംഗ് ഡോർ, എലിവേറ്റർ കാറിൻ്റെ ഓപ്പണിംഗ് ഡോർ. ഇതേ ഓപ്പണിംഗ് ഡോർ ഉപയോഗിച്ച് തന്നെയാണ് ഓരോ ഫ്ലോറിലെയും ഡോറുകളും ഓപ്പൺ ആക്കുന്നത്. അതായത് സെപ്പറേറ്റ് ഒരു മോട്ടറോ ഒന്നും ഓരോ ഫ്ലോറിലും വെക്കാറില്ല. ഇതേ കാറിൻ്റെ മോട്ടറുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഓരോ ഫ്ലോറിലെയും ഡോർ ഓപ്പൺ ആക്കുന്നത്. ഇവിടെയാണ് എലിവേറ്ററിലെ സപ്ലൈ വന്ന് കയറുന്നത്. സപ്ലൈ വന്ന് എലിവേറ്ററിലെ മറ്റ് പ്രധാന ഭാഗമായ മോട്ടറാണ് ഇത്. അതിലേക്ക് നമ്മൾ റോപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നതുമായി കാണാം. പിന്നെ എലിവേറ്ററിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗൈഡ് റെയിൽ എന്ന് പറയുന്നത്. ആ ഗൈഡ് റെയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗൈഡ് റെയിലിലൂടെയാണ് എലിവേറ്റർ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത്. എലിവേറ്ററിനെ സ്ഥാനചലനം ഉണ്ടാകാതെ സ്മൂത്തായിട്ട് ഓടാൻ സഹായിക്കുന്നത് ഈ ഗൈഡ് റെയിലുകളാണ്. ഇതാണ് എലിവേറ്ററിലെ ഓടാൻ സഹായിക്കുന്ന റോപ്പുകൾ. ഈ ഒരു റോപ്പ് കൊണ്ട് മാത്രം ഈ എലിവേറ്റർ കാറിൻ്റെ ഫുൾ ലോഡും താങ്ങാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ളവ കൊടുത്തിരിക്കുന്നത് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ എലിവേറ്ററുകളിലും പലതരം മോട്ടറുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇന്നുള്ള മോഡേൺ എലിവേറ്ററുകളിൽ കൂടുതലായിട്ടുള്ള പവർ കൺസപ്ഷൻ കുറയ്ക്കാനായി പലതരം ഡ്രൈവുകളും VFDകളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എലിവേറ്ററുകളും ഇന്നുണ്ട്.